സമയമൊക്കെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് നമ്മുടെ വത്തക്ക കരിഞ്ഞ് വെച്ചാണ് കേട്ടോ. ഞാൻ സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ മഞ്ഞ വത്തക്ക കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്പൂന് വേണോ? എൻ്റെ അമ്മേ. ആ ജിനുവേട്ടാ, അമ്പു എത്ര വലുത് എടുത്തിട്ട് തിരുന്നേ നോക്ക്. വാ അമ്പൂസേ, ആരാ വന്നേ? അച്ചു ദേവൊക്കെ എവിടെ പോയി? അയ്യോ അച്ചു ഇല്ല, അമ്മമ്മ ഒന്നും വന്നില്ലല്ലോ. അയ്യോ പാവോ. അയ്യോ അമ്മ നൈറ്റിയൊക്കെ ഇട. എന്റെ ദേവു അവിടെ? അമ്മേ എന്റെ കുട്ടിച്ച് പയ്യ അച്ഛന്റെ അക്കളയിൽ കൊണ്ടക്ക്. അക്കളി ദേവുട്ടി. ഹലോ ഗൈസ്, കണ്ടോ ഈ മീനുമേ? കണ്ടോ ഇന്ന് തോട്ടിൽ പോയിട്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് മീനും ഞണ്ടും. കണ്ടോ നിങ്ങൾ ഇതുപോലത്തെ ഞണ്ടൊക്കെ കഴിക്കാറുണ്ട്? കരിഞ്ഞണ്ട് മീനിന്റെ വാലിൽ പിടിച്ച് കാണിച്ചിരാ കണ്ടോ. അപ്പൊ ഒരാളിത് വെറുതെ ഇവിടെ നിൽക്കുകയാണ് എൻ്റെ ചേച്ചി. അമ്മ വന്നിട്ട് വീട്ടിലും പണിയാണ്, ജിനുവേട്ടനും ഭയങ്കര പണിയാണ്. ഇന്ന് നമ്മളെ തോട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മളെ മീനിന് ഇതവിടെ അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി പൊറോട്ട ജിനുവേട്ടത് ചുട്ടെടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ചിക്കൻ കറി, ചീര ഉപ്പേരി, ഇത് നമ്മുടെ എന്താണ് വാഴച്ചുണ്ട് ഉപ്പേരി, പപ്പടം പൊരിച്ചത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടം പൊരിച്ചത് അങ്ങനെ എല്ലാം ആയിട്ടോ. ഇനി ഫുഡ് കഴിച്ചാൽ മതി. എന്താ പറഞ്ഞേ? ഫുഡ് കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം ഇവർ കാലിയാക്കി ഗൈസ്. ഇതാ എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. നമ്മൾ കാലിയാക്കിക്കണ്ട. ഇതാ ചെക്കന്മാർക്ക് പൊറാട്ട മാത്രമേ ഉള്ളൂ. TV കണ്ട് ആസ്വദിച്ച് തിന്നെയാണ് കേട്ടോ. പൊന്നു പൊന്നു എങ്ങനെയുണ്ട് രമ്യ കുഞ്ഞമ്മേൻ്റെ കറിയൊക്കെ? അടിപൊളിയല്ലേ? അപ്പം നമ്മുടെ കാന്താരി മുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ കാന്താരി മുളകാണ്. അവള് ഇതാ എഴുതെവിടെ കുറേ ഉണ്ട്. അതുപോലെ നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇതുണ്ട്, കപ്പളങ്ങ മുളച്ചിട്ടുണ്ട്. എടി ഇതും കൂടി പറിച്ചു കേട്ടോ. എന്താ ഇനി വലുതാവണോ? എന്നാ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് തരാം. അമ്പു നീ വീഴാൻ വേണ്ടിട്ടാ കേട്ടോ അമ്പൂസ് എങ്ങനെ കളിക്കുന്നേ. അമ്പോ മതിയോ കാന്താരി ഇടിയത്? ഇത്രയും കിട്ടിയോ? നല്ല ലക്ഷണം. ഇടി പൊട്ടണ ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടാ? ചേച്ചി ഇതാ കുറച്ച് കർമൂസയൊക്കെ പറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേക്ക് അവർ പോകണമെന്നാണ് പറയുന്നത്. നമ്മളെ ഈ തോട്ടിലെ വെള്ളം 2 ദിവസത്തെ മഴ പെയ്തത് കൊണ്ട് തന്നെ കുറച്ച് നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അമ്പ് കുറുമ്പ് പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. ഒന്ന് നോക്കിക്കേ. ഹലോ ഫ്രണ്ട്സ്, ഇതാ മസാലയുടെ എന്തോ ഈ കറിയിലൊക്കെ ഇടുന്ന ഒരു ഇല കണ്ടപ്പോൾ പറിച്ചാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ മൈസൂർ മല്ലി എന്തോ ഒരു പേര്. തലയും കുത്തി വെള്ളത്തോട്ട് വീഴണ്ട. മഴയുടെ ലക്ഷണം ഉണ്ട്, ചെക്കന്മാരെ കാണാനുമില്ല. അച്ചു വരും, ഇങ്ങോട്ട് വാ 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 വന്നേ. നീ എന്ത് ഇത് പോരെ? ആകെ പിടിച്ചോളൂ. മതി 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 എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ജിനുവേളാച്ചനെ ആ വെള്ളത്തിലോട്ട് തള്ളിയിടുന്നുണ്ട് കേട്ടോ. ജിനുവേളാച്ചൻ പോയിട്ടുണ്ട്. ഏട്ടി അതെന്താ സംഭവം? മധുരക്കിഴങ്ങിന്റെ വള്ളിയായിരുന്നു കേട്ടോ. ജിനുവേട്ട പറിച്ചിട്ട് ഇതാ ഇങ്ങോട്ടോ എങ്ങോട്ടോ. അയ്യോ ജിനുവേട്ട എങ്ങോട്ടോ വലിച്ചെറിഞ്ഞിതാ. ഇതാ ഗൈസ് മധുരക്കിഴങ്ങ്. ഇതാ കണ്ണ് കാണുന്നുണ്ടാ? ഒരുപാട് ആഗ്രഹിച്ചതിന് ശേഷം അമ്മ കുട്ടീനെ പിടിക്കണേ. രജിന്റെ കയ്യിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്. നോക്കട്ടെ. അടിപൊളി ടാറ്റു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാറ്റു? എനിക്ക് ഇഷ്ടമായിട്ടോ. മമ്പൂനെ തോട്ടത്ത് വിടുന്നേ. ഞങ്ങൾ ഈ അലമ്പുകൾ എല്ലാരും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ കണ്ടോ. പൊന്നൂന്ന് ജലദോഷം. അടുത്ത അങ്ങനെ ഇത് അവര് വേണ്ട എല്ലാ സാധനങ്ങളും പെറുക്കി പോവുകയാണ് കേട്ടോ. ചേച്ചി എപ്പോ വരുമ്പോഴും ഓരോ കൊല വാഴക്കൊല ഉണ്ടാവും കേട്ടോ. നോക്കട്ടെടി, മഴയത്ത് ഒടിഞ്ഞു വീണതാ. ചിലപ്പോ പഴുക്കും, പഴുത്തന്നെ മധുരം ഉണ്ടാവും. കർമൂസ ഉണ്ടാവും.
ഒരു ഉമ്മ എന്നാ തരാം. അപ്പൊ ഇവര് പോവാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷത്തിൽ ഇത്രയേ ഉള്ളൂ. ദേവു ഇത് അവര് പോകുന്നോണ്ട് സങ്കടപ്പെട്ട് കുളിയും കഴിഞ്ഞിട്ടാ സങ്കടപ്പെട്ട് നിക്കണേ അല്ലേ? എന്തിനാ സങ്കടം? പോന്നോണ്ടാ? അത് സാരില്ല. പൊന്നോട്ടാ വിളിച്ചാ? അപ്പൊ ടാറ്റ പൊന്നു, ഒരു ടാറ്റ പറ. ഓക്കേ.